الحمد لله الحمد لله الذي خلق الإنسان علمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنتهي لأرجمنك واهجرني مليا. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പാലിക്കുകയും പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ഉള്ളും പുറവും ശുദ്ധമായ അവസ്ഥയിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് തഖ്വയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാനുള്ള കരുത്തും തൗഫീഖും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഞാനിവിടെ ഓതിയത് സൂറത്ത് മറിയമിലെ 2 ആയത്തുകളാണ്. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ പിതാവും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ്. ആ സംഭാഷണം ഖുർആനിൽ വേറെയും ഇടങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെ രൂപത്തിൽ. നമ്മളിപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുസ്മരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ഹജ്ജ് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്, ഇനിയും പുറപ്പെടാനിരിക്കുന്നവരുണ്ടാകാം. എന്തായിരുന്നാലും ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാമയെ അനുസ്മരിക്കുക എന്നുള്ളത് പൊതുവായിട്ട് മുസ്ലിം ലോകം തുടർന്നു പോരുന്ന ഒരു രീതിയാണ്. അനുസ്മരണത്തിന് ഒരു സവിശേഷ സന്ദർഭം ഉണ്ടാവുക എന്നത് തെറ്റല്ല. അതേസമയം അനുസ്മരണം സവിശേഷ സന്ദർഭത്തിൽ ഒതുങ്ങുക എന്നത് തെറ്റാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ കാലത്ത് നാം ഇബ്രാഹിമിനെ അനുസ്മരിക്കുമ്പോൾ അത് എല്ലാ പ്രവാചകന്മാരെയും അനുസ്മരിക്കലാണ്, എല്ലാ കാലത്തേക്കുമുള്ള അനുസ്മരണമാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷൻ, മിഷൻ എന്നിവയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയവുമായിട്ട് അതിന് സജീവമായ ബന്ധമുണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. ആകയാൽ നേരത്തെ പറഞ്ഞിരുന്ന ചില 1-2 പോയിന്റുകൾ ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ ആയത്തുകൾ ഉൾപ്പെടുന്ന ആ ഭാഗം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്.
അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ചില തത്വശാസ്ത്രവും മനഃശാസ്ത്രവും നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നത് പ്രധാനമാണ്. കഥകളും ചരിത്രവും ഒക്കെ നമുക്ക് ധാരാളം കേൾക്കാൻ പറ്റും. അതേസമയം അതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അറിവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാര് ശ്രേഷ്ഠര് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും പ്രാപ്യമാകുന്ന ഒന്നാണത് എന്ന് ചിന്തിക്കണം. പണ്ഡിതർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചിന്തകർ എന്ന് പറഞ്ഞിട്ടൊരു സവിശേഷ വിഭാഗത്തെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. അറിയാനുള്ള വാഞ്ച മനുഷ്യന്റെ ഫിത്രയുടെ ഭാഗമാണ്. അത് നന്നായിട്ടൊന്ന് ഓൺ ചെയ്താൽ മതി. ശരിക്കും അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കയറാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ചിന്തിക്കാനുള്ള ശേഷിയും എല്ലാവർക്കും റബ്ബ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് കായികമായിട്ടുള്ള ബലം, ക്ഷമത വർദ്ധിക്കണമെങ്കിൽ ശരീരം സ്ഥിരമായി ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത്. അതേസമയം ഇന്റലക്ച്വൽ ആയിട്ടുള്ള വ്യായാമമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഉപയോഗിക്കാതെ വന്നാൽ, അനക്കാതിരുന്നാൽ ശരീരത്തിന് പല രോഗങ്ങളും പിടിപെടും. അതേസമയം ചിന്തിക്കാതിരുന്നാൽ ചിന്ത നഷ്ടപ്പെട്ടു പോകും, അത് മുരടിച്ചു പോകും. അതിനും വരും യഥാർത്ഥത്തിൽ അജീർണവും ദഹനക്കേടുമൊക്കെ അതിനും വരും എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു പ്രോസസ്സായിട്ട് നമ്മുടെ എല്ലാ കേൾവികളെയും മാറ്റണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ പ്രയോജനം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് ആമുഖമായി സൂചിപ്പിക്കുമ്പോൾ ഒരല്പം ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ താങ്ങാനാവാത്ത എന്തോ ഭാരം ഏൽപ്പിക്കുന്നു എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. എന്തായാലും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 2 പോയിന്റ്, ഒന്ന് മനുഷ്യന്റെ ഫിത്രയെ സംബന്ധിച്ചുള്ളതാണ്. എല്ലാ മനുഷ്യരും നൈസർഗികതയിൽ നിലനിന്നാൽ, അഥവാ നൈസർഗികതയുടെ പ്രവാഹം അത് അനുസ്യൂതം അങ്ങോട്ട് ഒഴുക്കാൻ വിട്ടാൽ എല്ലാവരും നല്ലവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? ആ ഒഴുക്കിനെ സുഗമമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനിടയിൽ സ്വയം അണകെട്ടുകയോ അതിനിടയിൽ അണകെട്ടാൻ ശ്രമിക്കുന്നവരെ അതിനനുവദിക്കുകയോ ചെയ്യാതിരിക്കുക. നിയമങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. നിയമങ്ങൾ മൂല്യങ്ങളെ സംരക്ഷിക്കാനാണ്. അപ്പൊ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് തിരിച്ചറിയാം. അപ്പോഴങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത വ്യവസ്ഥ, അത് തന്നെയാണ് ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായിട്ട് മാറുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവിടെ അക്കിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നിങ്ങൾ ദീനിലേക്ക് ഹനീഫായി കൊണ്ട് മുഖം തിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഹനീഫ് എന്ന പദം പലപ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ചേർത്താണ് ഖുർആൻ ഉദ്ധരിച്ചിട്ടുള്ളത്. പലയിടത്തും ഇബ്രാഹിം നബിയെ ഹനീഫ് എന്ന് വിശേഷിപ്പിക്കുന്നത് കാണാം. അത് വളരെ കൃത്യമായിട്ടുള്ള ഏകാഗ്രതയെ സൂചിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബോധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏകാഗ്രതയെയും ബോധ്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. കേവല വിശ്വാസത്തെയോ അവ്യക്തതയെയോ സൂചിപ്പിക്കുന്നതല്ല എന്നുകൂടി തിരിച്ചറിയണം. ഈമാൻ എന്ന പദത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ചിന്താപരമായിട്ടുള്ള ഒരു ആർജവം ഉണ്ടാകണം എന്നുള്ളത് പ്രധാനമാണ്. അതിലൂടെയാണ് നമ്മുടെ ഫിത്രയെ പുഷ്ടിപ്പെടുത്താനും അതിൻ്റെ സവിശേഷതകളെ നിലനിർത്താനും സാധിക്കുക, ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഒഴുക്കിന് ഏറ്റവും മാരകമായ തടസ്സം സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ സ്വാർത്ഥതയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം അധികാരമോഹമാണ്. 2 പോയിന്റുകൾ മലക്കുകൾ ഉന്നയിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഒന്ന് ഫസാദാണ്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാൻ നിമിത്തമായി തീരുന്നത് അധികാരങ്ങൾ തന്നെയാണ്. രണ്ടാമത്തത് സഫുക്കുദ്ദിമാ, രക്തച്ചൊരിച്ചൽ, അതും അധികാരങ്ങളുടെ പേരിൽ തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ഗൗരവപ്പെട്ട സംഗതി എന്ന കാരണത്താലാണ് ദുരധികാരങ്ങളെ വർജിക്കുക എന്നുള്ളത് തൗഹീദിന്റെ ഒരു അനിവാര്യ താല്പര്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കണം. അതോടൊപ്പം നമ്മൾ പറഞ്ഞു വയലൻസിന്റെ ഒരു മൊണോപ്പൊളി.
ഹിംസയുടെ ഒരു കുത്തകയാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ കാണുന്ന അധികാരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അധികാരം എന്ന് പറയുന്ന ആശയത്തെ നിരാകരിക്കുകയും ആ സ്ഥാനത്ത് ഉത്തരവാദിത്വം, പവറില്ല, പകരം റെസ്പോൺസിബിലിറ്റി. അതേസമയം മുസ്ലിം ചരിത്രം പരിശോധിക്കുമ്പോൾ പവർ, ഈ റെസ്പോൺസിബിലിറ്റി മാറി പവറായി മാറുന്ന ഒരു സന്ദർഭം. റെസ്പോൺസിബിലിറ്റിയിൽ ഒരിക്കലും സ്വജനപക്ഷപാതം, നെപ്പോട്ടിസം പോലുള്ള സംഗതികളൊന്നും വർക്ക് ചെയ്യില്ല. കാരണം ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് ആളുകൾ അത്രയും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ചരിത്രപരമായ ഒരു അനിവാര്യത ഉണ്ടെങ്കിൽ ഒരാൾ ഏറ്റെടുക്കുക എന്നല്ലാതെ അതിനപ്പുറം ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് ആരും മുന്നോട്ട് വരില്ല. മതേതരമായ ജനാധിപത്യ ലോകത്തൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളാണ്. ഞാൻ അതേസമയം ഇങ്ങനൊരു അവസ്ഥ നബിയുടെ സഹാബത്തിൽ കണ്ടെത്തില്ല. എപ്പോൾ അത് തുടങ്ങിയോ അന്ന് മുതൽക്ക് അതിന്റെ റൂട്ട് മാറിയിട്ടുമുണ്ട്. സഹാബാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ തുടങ്ങിയോ അപ്പോഴതിന്റെ റൂട്ട് മാറി. അതുവരെയുള്ള ആ റൂട്ട് മാറുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള കാലത്തെയാണ് നമ്മൾ ഖിലാഫത്ത് റാഷിദ എന്ന് അടയാളപ്പെടുത്താറുള്ളൂ. അതിനുശേഷമുള്ളത് ആരാണെന്നുള്ളത് പോലും നമ്മൾ ഗൗനിക്കാറില്ല. ആ വിശേഷണത്തിന് കീഴിൽ നമ്മൾ കൊണ്ടുവരാറുമില്ല. അപ്പോൾ അതുവരെയുള്ള സംഗതി അതാണ്. നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഉമറിന്റെ പ്രഖ്യാപനം നമ്മളോട് ഉദ്ധരിച്ചു. അടുത്ത ഖലീഫ, അടുത്ത അമീർ ഇബ്നു ഉമർ ആയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ മുമ്പിൽ ഉത്തരം പറയാൻ എന്റെ കുടുംബത്തിന് ഒരാൾ പോരെ, എന്റെ മോനെയും കൂടി ഞാൻ കഷ്ടപ്പെടുത്തണോന്നാണ്. എന്റെ മോനെയും കൂടി ഞാൻ കഷ്ടപ്പെടുത്തണോ എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികൾ ആരാളുള്ളത്? അതാണ് പവറിന്റെ സവിശേഷത, അതാണ്. അതേസമയം 4 ഖലീഫമാരും ഏറ്റെടുത്തത് റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു അടിസ്ഥാനം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം. ഈ റെസ്പോൺസിബിലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മനുഷ്യരുടെ ലിബറേഷനാണ്, വിമോചനമാണ്. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വിമോചനം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ച് നേരെ അന്നത്തെ അധികാരിയുടെ അടുത്തേക്ക് പോകണം. മൂസാ നബിയോടൊപ്പം സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാം രണ്ടുപേരും ചെന്നിട്ട് ഇന്നാ റസൂല റബ്ബിക് ഫഅർസിൽ മാനാ ബനി ഇസ്രായേൽ, ഞങ്ങൾ നിന്റെ റബ്ബിൽ നിന്നുള്ള, എനിക്ക് മേലെ വേറെ റബ്ബില്ലാന്ന് വിചാരിക്കുന്ന ആളാണല്ലോ അയാൾ. അന റബ്ബുക്കുമുൽ അഅല എന്ന് മനുഷ്യരോട് വിളിച്ചു പറഞ്ഞിട്ട് സിംഹാസനത്തിൽ ഞെളിഞ്ഞിരിക്കുന്ന മനുഷ്യനോട് ഇന്നാ റസൂല റബ്ബിക്, നിന്റെ റബ്ബിന്റെ ദൂതന്മാരെ. അതുകൊണ്ട് ഫാർസിൽ മാനാ ബനി ഇസ്രായേൽ, ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതന്മാരായതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? നീ ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങളോടൊപ്പം വിടണം. എന്തുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തെ വിടണം എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ സമൂഹം അന്നത്തെ പീഡിത ജനതയാണ്. ഇവരും അവരിൽപ്പെട്ടവരാണ്. എന്നിരുന്നാൽ പോലും അതിന്റെ പ്രധാനപ്പെട്ട ഘടകം, അത് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന കാരണത്താൽ അവരെ ഭൂമിയിൽ അധികാരികളാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പീഡിത ജനതയെ നീ ഞങ്ങളോടൊപ്പം വിടണം, അവരെ സ്വതന്ത്രരാക്കണം. അപ്പൊ ദൗത്യം എന്താണ്? യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുന്നവരെ സ്വതന്ത്രരാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഫറോവയോട്, നമ്രൂദിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനിമൃതികളുടെ അധികാരി ആരാണ് എന്നാണ് ചോദിച്ചത്. ജനിമൃതികളുടെ അധികാരി ആരാണ്? അപ്പൊ ഉടനെ അയാളുടെ മറുപടി അനൗഹീവീസ്, എന്റെ തടവിൽ എന്റെ കീഴിൽ കുറെ ആളുകൾ ജീവിക്കുന്നുണ്ട്, അവരിൽ ആരെ വേണമെങ്കിലും കൊല്ലാനും ആരെ വേണമെങ്കിലും വെറുതെ വിടാനുള്ള അധികാരം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അതൊക്കെ ചെയ്യുന്നത്. ഈ പൊട്ടനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് വേറൊന്ന് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ, നീ അത് പടിഞ്ഞാറോട്ടേക്ക് മാറ്റ് എന്ന് പറയുമ്പോൾ നമ്രൂദിന്റെ നേരത്തെയുള്ള ആർഗ്യുമെന്റ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഈ ഒരു ചോദ്യത്തിലൂടെ ഫബുഹിത്തല്ലദീ കഫർ എന്നാണ് പിന്നെ ഖുർആൻ പറയുന്നത്. അയാൾക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോയി. അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ നേരത്തെ അയാള് മുന്നോട്ട് വെച്ച അവകാശവാദം, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും അവകാശമുള്ളവൻ ഞാനാണെന്ന ആ അധികാരിയുടെ അവകാശവാദം റദ്ദായി. അതങ്ങോട്ട് റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന് കാണും. അപ്പോൾ ഇവിടെയും യഥാർത്ഥത്തിൽ വിമോചനത്തെ സംബന്ധിച്ചുള്ള വലിയൊരു വർത്തമാനമാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ഈ ചരിത്രത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്.
സത്യത്തിൽ ഇപ്പോൾ ഈ ആഫ്രിക്ക പ്രദേശങ്ങളൊക്കെ പരിശോധിച്ചാൽ പ്രവാചകന്മാരുടെയും അതുപോലെ സഹാബാക്കളുടെയും ഒക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് മിത്തുകൾ, ചിലതൊക്കെ അതിന്റെ ചരിത്രപരമായ ആധികാരികത തേടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഒരുപക്ഷെ ശരിയാവാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് എത്യോപ്യയെ അബിസീനിയ എന്നാണ് ഗ്രീക്കുകാർ വിളിച്ചിരുന്നത്. അറബിയിൽ അത് ഹബ്ഷയാണ്. പക്ഷെ അവർ പണ്ടേ വിളിച്ചിരുന്നത് എത്യോപ്യ എന്ന്. എത്യോപ്യക്കാരുടെ ഒരു മിത്ത് അല്ലെങ്കിൽ അവരിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസം അനുസരിച്ച് അവര് സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെയും സബയിലെ റാണിയുടെയും മക്കളാണ്. അങ്ങനെയാണ് അവരുടെ വിശ്വാസം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സബയിലെ റാണിയെ വിവാഹം കഴിച്ചു എന്നാണ്. അങ്ങനെ ഒരു വിവാഹത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നില്ല. പക്ഷെ അതിനുള്ള സാധ്യതകൾ ഖുർആൻ വായിച്ചാലും ബൈബിള് വായിച്ചാലും നമുക്ക് മനസ്സിലാവും. അറബികൾ ബൽഖീസ് എന്ന് വിളിക്കാറുണ്ട്, പേരെവിടെയും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഷേബ രാജ്ഞ. ഷേബ എന്ന് പറയുന്നത് ഒരു പക്ഷേ സബ് എന്ന് ഖുർആൻ പറയുന്നതാവാം. സബ് എന്ന് പറയുമ്പോൾ യമനാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ യമൻ ആഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ യമൻ ഇന്നത്തെ ടാൻസാനിയ, സാൻസിബാർ മുതലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൂടി ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമായിരിക്കണം ഈ പറയുന്ന സബ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു രാജ്ഞി, ആ രാജ്ഞിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചും മറ്റൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ആ രാജ്ഞിയെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചു. മക്കേദ എന്നാണ് ആഫ്രിക്കൻ മിത്തുകളിൽ ആ രാജ്ഞിയുടെ പേര്. അവർ ആഫ്രിക്കക്കാരിയാണെന്നാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടത്. ഗഥയുടെ ഒരു കവിതയിൽ കറുത്തവൾ എന്ന് പറയുന്നു. അപ്പൊ കറുത്ത ശേബാരാജ്ഞി അല്ലെങ്കിൽ മക്കേദ, അവർക്കിടയിൽ അവരിൽ നിന്നുണ്ടായിട്ടുള്ള സന്തതികളാണ് ഈ പിന്നീട് എത്യോപ്യൻ കൾച്ചർ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അവരുടെ ഒന്നാമത്തെ നേതാവ് മെനലിക് ഒന്നാമനാണ്. ഏറ്റവും അവസാനം ആ ഒരു പരമ്പരയിലെ ഹെയ്ലെ സലാസി, അതിനുശേഷം അവിടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഒക്കെ വന്നു. എന്തായിരുന്നാലും ഈ പരമ്പര കുറച്ചുകൂടി ഗുണവത്തായിട്ടുള്ള ഒരു സംസ്കാരം സൃഷ്ടിച്ചിട്ടുള്ള, കാലങ്ങൾ അതിജയിച്ചിട്ടുള്ള ഒരു സംസ്കാരം എന്നും എത്യോപ്യയെ സംബന്ധിച്ച് പറയാം. ഒരു പരിധിവരെ അതിൻ്റെതായ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന അതേ സവിശേഷതകളോടുകൂടി ഇന്നും നിലനിൽക്കുന്ന ഒരു കൾച്ചറാണ്. പ്രവാചകന്റെ കാലത്ത് ക്രിസ്തുമത വിശ്വാസികളായിരുന്ന അവരിലുള്ള നജാഷിയെ സംബന്ധിച്ച്, നേഗസിനെ, അത് സ്ഥാനപ്പേരാണ്, സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇവരുടെ വിശ്വാസം അതാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു വിശ്വാസം അവർ പ്രധാനമായും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികൾ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ട്. സമാനമായിട്ട് മറ്റൊന്നുകൂടി പരിചയപ്പെടുത്താം. ഈ മാലി എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ടല്ലോ. മാലി വലിയൊരു ഡൈനാസ്റ്റി ആയിട്ട് രൂപപ്പെട്ടപ്പോൾ അത് കെയ്ത എന്ന് പറയുന്ന ഒരു കുടുംബമായിരുന്നു അതിന്റെ നേതാക്കളായിരുന്നു. കെയ്ത കുടുംബം രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്കിടയിൽ ഒരു മിത്തുണ്ട്. അതായത് ലവാലോ കെയ്ത എന്നൊരാളാണ് അതിന്റെ സ്ഥാപകൻ. ഈ ലവാലോ കെയ്ത എന്ന് പറയുന്ന ആള് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണെന്നാണ് വിശ്വാസം. ബിലാലിന്റെ ഭാര്യ ഹാല ബിൻത് ഔഫാണ്. ഹാല ബിൻത് ഔഫ് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പെങ്ങളാണ്. ഇവിടെ വേറൊന്നുകൂടി മനസ്സിലാക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിൽ അടിമയായി ജനിച്ചിട്ട് സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടിമയായി ജനിച്ചയാൾ സ്വതന്ത്രനായാലും അടിമ വംശമാണ്. അവർ ജാതിയിൽ താഴ്ന്നവരാണ്, സാമൂഹികമായ പരിഗണനയിൽ നീചസ്ഥാനത്താണ്. പക്ഷേ ബിലാലിനെ വിവാഹം കഴിക്കുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ ഖുറൈശിയാണ്. മാത്രമല്ല നല്ല സമ്പന്നനുമാണ്. പ്രവാചക ശിഷ്യരുടെ കൂട്ടത്തിൽ സമ്പന്നരും കച്ചവടക്കാരുമായിട്ടുള്ള ചിലരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പെങ്ങളായ ഹാലയെയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത്. ഇവർക്കുണ്ടായ മകനാണ് ലവാലു കെയ്ത നടന്നത്. വേറെ തമാശ കൂടിയുണ്ട്. ഈ മാലിയൻ മിത്തുകളിൽ ബിലാലിന്റെ പേര് ബിലാൽ ഇബ്നു റബാഹ് എന്നല്ല, ബിലാലി ബൗനാമ. ബിലാലി ബൗനാമ എന്ന് പറഞ്ഞാൽ ബിലാൽ ഇബ്നു ഹമാമ എന്നതിന്റെ ഷോർട്ടാണ്. ഹമാമ എന്ന് പറഞ്ഞാൽ ബിലാലിന്റെ ഉമ്മയാണ്. ബിലാലിന്റെ ഉമ്മ ഒരു എത്യോപ്യൻ രാജ്ഞിയായിരുന്നു എന്നാണ് വെപ്പ്. അവരെ ആ രാജ്ഞിയല്ല, രാജകുമാരി. അവരെ പിന്നീട് മക്കയിലുള്ള അറബികൾ കടന്നു ചെന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി അടിമയാക്കിയതാണ്, അവരെയും ഭർത്താവിനെ. അപ്പൊ അതിലേക്ക് ചേർത്തിട്ട് ബിലാൽ ഇബ്നു ഹമാമ എന്നാണ് വിളിക്കുക. ഉപ്പാന്റെ പേരിലേക്ക് തന്നെ ചേർക്കുക എന്ന് പറയുന്ന ഒരു അറബ് കൾച്ചറാണ്.
അത് തന്നെ സ്വീകരിച്ചുകൊണ്ടല്ല മാലിയിൽ ഈ മിത്ത് വളർന്നിട്ടുള്ളത് എന്നതിലും വലിയ പാഠമുണ്ട്. അത് ഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള പാഠമാണ്. അതോടൊപ്പം തന്നെ സ്ത്രീയുമായി ബന്ധപ്പെട്ട ജെൻഡറുമായി ബന്ധപ്പെട്ട പരിഗണനയെ സംബന്ധിച്ചുള്ള പാഠമാണ്. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഇത്തരം മിത്തുകളിലൊക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇത്തരം മിത്തുകൾ സുലൈമാൻ നബിയുമായിട്ട് തങ്ങളെ തന്നെ എത്യോപ്യക്കാര് ബന്ധപ്പെടുത്തുമ്പോൾ, ബിലാലുമായിട്ട് മാലിക്കാര് തങ്ങളെ ബന്ധപ്പെടുത്തുമ്പോൾ, ഇതിലൊക്കെ വിമോചനത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നതാണ് അതിന്റെ ഗുണപാഠം. ഇവിടെ സൂചിപ്പിച്ചു, അതിന്റെ ചരിത്രപരമായ ആധികാരികത നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമേ അല്ല. ഇതൊന്നും ശരിയാണ് എന്നതിന് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ തെറ്റാണെന്ന് സ്ഥാപിക്കാനും പറ്റില്ല. അതേസമയം തന്നെ ആ മിത്തുകൾ എന്ന നിലക്കെടുത്താലും സുലൈമാന്റെ സന്തതി പരമ്പര എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സ്വത്വക്ഷതങ്ങൾ അകറ്റി തങ്ങൾക്ക് അന്തസ്സ് തരുന്ന ഒരു സംഗതിയാണ് എന്നവർ കരുതുന്നുണ്ടെങ്കിൽ, അതുപോലെ ബിലാലിന്റെ വംശപരമ്പരയിലാണ് തങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ സബ്സഹാറൻ പ്രദേശത്തുള്ള ആഫ്രിക്കക്കാർക്ക് അതൊരു വലിയ പ്രതീക്ഷയായിട്ട് മാറുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അത് തന്നെയാണ് പ്രവാചകന്മാരുടെയും ദൗത്യം, അത് തന്നെയാണ് ഇസ്ലാമിന്റെയും സന്ദേശം എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ ചെന്നെത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവോടുകൂടി പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ സന്ദേശങ്ങളും അവരുടെ പ്രബോധനവും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടതാണ്. അപ്പൊ എന്തായിരുന്നാലും നമ്മളിവിടെ ഓതി വെച്ചിട്ടുള്ള ആ ഭാഗം വായിച്ചുകൊണ്ട് അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അതിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവുമായിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. പിതാവുമായിട്ട് മകൻ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ മര്യാദകളുടെ ലംഘനമാണ് എന്ന് ചിന്തിക്കണം. നമ്മളും അത് അനുവദിക്കാറില്ല. പിതാവുമായിട്ട് മകന് തർക്കിക്കാൻ പാടുണ്ടോ ഇല്ലയോ? തർക്കിച്ചാൽ എന്താ കുഴപ്പം? ഈ തർക്കത്തിനുള്ള ന്യായം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബിഉനി അഹ്ദിക സിറാത്തൻ സവിയ. അല്ലയോ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരണം എന്ന് പറയുമ്പോൾ മക്കൾക്കുള്ള ആധികാരികമായിട്ടുള്ള അറിവുകളെ അംഗീകരിക്കാനുള്ള വിശാലത കാണിക്കുമ്പോഴാണ് ഒരാൾ പിതാവായി മാറുക. ഇയാളതല്ലായിരുന്നു. ഇയാൾ ഫാദർ അല്ല, മറിച്ച് ഒരു ഫാദർ ഫിഗറെ. പിതാവ് എന്ന നിലക്കുള്ള ഉത്തരവാദിത്തങ്ങളുടെ പേരിലല്ല ഈ ആസർ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നത്, മറിച്ച് പിതുരധികാരം, പാട്രിയാർക്കി എന്നൊക്കെ നമ്മൾ പറയല്ലോ. ഈ പാട്രിയാർക്കിയോടുള്ള കലഹം കൂടിയായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരം മാറുന്നുണ്ട്. കേവലം ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയമല്ല അത്. സംസാരത്തിന്റെ തുടക്കം എങ്ങനെയാണ്? നിങ്ങൾ എന്തിനാണ് ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ എന്നൊക്കെ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അത് തന്നെ ചോദിച്ചിട്ടാണ് വാപ്പാന്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് പിന്നീടുള്ള വർത്തമാനത്തിനിടയിൽ പറയാണ്, പിതാവ് പുത്രൻ എന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക്, നിങ്ങൾക്കില്ലാത്ത ഒരു അറിവ് എനിക്കുണ്ട്, ഫത്തബിഅനി, അതുകൊണ്ട് നിങ്ങൾ എന്നെയാണ് ഇപ്പൊ പിൻപറ്റേണ്ടത്. ഞാൻ നിങ്ങളനുസരിക്കുക എന്ന് പറയുന്ന ഒരു മര്യാദയാണ്. പക്ഷെ ആ മര്യാദക്കൊക്കെ അപ്പുറം നിങ്ങൾ എന്നെ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരാവശ്യകതയായി മാറുന്നു, അനിവാര്യതയായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ചില നേരത്ത്. ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ സാധാരണക്കാരനായ ആരെങ്കിലും വിളിച്ചിട്ട് ചുമ്മാ വെറുതെ ഒരാളോട് ചോദിച്ചു, തഖ്വ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഉമർ പ്രവാചകനിൽ നിന്ന് നേരിട്ട് ഇസ്ലാം പഠിച്ച ആളാ. പ്രവാചകന്റെ വലതുഭാഗത്ത് അബൂബക്കറും ഇടതുഭാഗത്ത് ഉമറും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗം മാറുകയും ചെയ്യും. അങ്ങനെ നടന്നിരുന്നതാ. അപ്പൊ നബിയോടൊപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എപ്പോഴും കരുത്തരായ അനുയായികളായിക്കൊണ്ട് പ്രവാചകനിൽ നിന്ന് നേരിട്ട് ഇസ്ലാം പഠിച്ചിട്ടുള്ള ഉമർ ഇതൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ചോദിക്കുന്നത് എന്തിനാണ്? ഒന്ന്, അയാൾക്ക് ചിലപ്പോൾ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ പുതിയ വ്യാഖ്യാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാം. പുതിയത് പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയതെന്താണെന്ന് പറഞ്ഞറിയാം. അപ്പൊ പുതിയത് എന്തെങ്കിലും ഇയാളെടുത്തുണ്ടെങ്കിലോ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. തഖ്വ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു ഉപമയാണ്. അങ്ങ് ഈ മുള്ളും മറ്റൊക്കെ നിറഞ്ഞ വഴിയിലൂടെ നടക്കാറുണ്ടോ? ഉവ്വ് നടക്കാറുണ്ട്. എങ്ങനെയാ നടക്കുക? വളരെ സൂക്ഷിച്ച്, കാലിൽ മുള്ളു കയറാൻ പാടില്ലല്ലോ. അത് തന്നെയാണ് തഖ്വ. അത് വളരെ മനോഹരമായൊരു മെറ്റഫറായിരുന്നു. അന്നത്തെ ഒരു അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഭാഷാപരമായിട്ടും അതുപോലെ സൂചകം, ചിഹ്നം എന്ന നിലക്കുമൊക്കെ വളരെ മനോഹരമായൊരു മെറ്റഫറായിരുന്നു. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാലിന് മുള്ളുകൊള്ളാൻ പാടില്ല. അത് എത്രത്തോളമാണ് ഇത് ജീവിതത്തിൽ പുലർത്തുക എന്ന് പറയുന്നതാണ് തഖ്വ എന്ന് പറഞ്ഞു കൊടുത്തു.
പക്ഷെ എന്തിനാണ് ഉമർ വളരെ സാധാരണക്കാരനായ ഒരാളോട്, നേതാവായ അമീറുൽ മുഅ്മിനീനായ ഉമർ അങ്ങനെ ചോദിക്കുന്നത്? ചില സമയത്ത് ഈ മുനാഫിക്കുകളുടെ പട്ടിക പ്രവാചകൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഇടക്കൊക്കെ ചോദിക്കും, എന്റെ പേരെങ്ങനെ അതിലുണ്ടോ? എന്തിനാണ്? അതില്ലാന്ന് പറഞ്ഞ് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ആ എളിമയെ പ്രാക്ടീസ് ചെയ്യാണ്. ആ എളിമയെ പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ മറ്റാരെങ്കിലും കാണണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അതങ്ങനെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. നിങ്ങളുടെ താഴെയുള്ളവർ എന്ന് കരുതപ്പെടുന്നവരെക്കാളും താഴോട്ട് നിങ്ങൾ പോവുക. അതൊരു വലിയ സംഭവമാണ്. അതിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയാണ്, ഔന്നത്യമാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവുമായിട്ട്, അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു, അതിലൊരുപാട് തത്വശാസ്ത്രപരവും മനഃശാസ്ത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവുമായി ചേർത്തുകൊണ്ട് വിശദീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എന്തായിരുന്നാലും ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്, പക്ഷേ പിതാവിന്റെ അവസാനത്തെ പ്രതികരണം ഉത്തരം മുട്ടിയവന്റെ പ്രതികരണമാണ്. രാജാവിന് ഉത്തരം മുട്ടിയത് ഖുർആൻ പറയുന്നുണ്ട്, ബുഹിത്തല്ലദീ കഫർ, ആ നിഷേധിക്ക് ഉത്തരം മുട്ടി എന്ന് പറയുന്നുണ്ട്. ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞത് എന്താണ്? എന്നെയും എന്റെ ഇലാഹുകളെയും ആക്ഷേപിക്കുകയാണോ നീ ഇബ്രാഹിം? ലഅർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ എറിഞ്ഞോടിക്കും ഇത് തുടരുകയാണെങ്കിൽ. ഇതിൽ തന്നെ നീ നിൽക്കുകയാണെങ്കിൽ, നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞോടിക്കും. നമ്മൾ തമ്മിലുള്ള വേർതിരിവായിട്ട് മാറും ഇത്. ഉടനെ തന്നെ സലാമുൻ അലൈക്ക് എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും നമ്മൾ കാണാം. ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് സൂചിപ്പിച്ചതുപോലെ പിന്നീട് പോകാം. ഒരു പിതൃപുത്ര സംഘർഷം, ഒരു ഫാദർ സൺ കോൺഫ്ലിക്റ്റ്, അത് തത്വശാസ്ത്രത്തിൽ വലിയൊരു വിഷയമാണ്, ചരിത്ര ദർശനത്തിലെ വലിയൊരു വിഷയമാണ്. അപ്പൊ ഇതിന്റെ വ്യത്യസ്ത മാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഇവിടെ വിമോചനം എന്ന് പറയുന്ന, മനുഷ്യരുടെ വിമോചനം, മനുഷ്യരുടെ സ്വാതന്ത്ര്യം, സമൂഹത്തിലെ നീതി എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. അത് പൂർണ്ണമായി സ്ഥാപിക്കുക എന്നുള്ളത് പ്രവാചകന്മാർ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തിരുന്നു. ആ ദൗത്യം ഏറ്റെടുത്തവരാണ് ഖിലാഫത്തുർ റാഷിദ. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള സങ്കല്പവും അതാണ് എന്ന് തിരിച്ചറിയണം. അതിന് മനുഷ്യന്റെ പ്രകൃതം, ആ പ്രകൃതത്തിൽ തന്നെ നൈസർഗികമായിട്ട് ആ ഒഴുക്കിൽ തന്നെ ജീവിക്കാൻ അവന് സാധിക്കണം. ഇതാണ് അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ സച്ചരിതരായ ആളുകളുടെ വഴി പിന്തുടർന്നുകൊണ്ട് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.